പനി ബാധിച്ച് ഇന്ന് 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 129 പേർക്ക് ഡെങ്കിപ്പനിയും 36 പേർക്ക് H1N1 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഈ ഇത്തരം രോഗബാധയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഈ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. H1N1 ജീവനെടുക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കോളറ ഒരു പുതിയ കേസ് കൂടി തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് സംസ്ഥാനത്തെ പനിക്കണക്കിൻ്റെ ആകത്തുക? വിജയകുമാർ, ആരോഗ്യവകുപ്പ് ഇന്ന് പുറത്തുവിട്ട പനിക്കണക്കുകളിൽ നിന്ന് തന്നെ പ്രത്യേക ജാഗ്രത ഓരോരുത്തരും പുലർത്തണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഓരോ ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. 10,000-ന് മുകളിലാണ് പ്രതിദിന രോഗബാധിതർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉള്ളത്. ഇന്നത്തെ കണക്ക് പ്രകാരം 12,508 പേരാണ് ഇന്ന് വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയിട്ടുള്ളത്. 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു മരണം ഡെങ്കിപ്പനിയെന്നും ഒരു മരണം വെസ്റ്റ് നൈൽ പനിയെന്നുമാണ് നിലവിൽ സംശയിക്കപ്പെടുന്നത്. ഒപ്പം ഡെങ്കിപ്പനിയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. ഡെങ്കി കേസുകളിൽ വലിയ വർധന കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 129 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം 304 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എലിപ്പനി ബാധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ പകർച്ചപ്പനി കേസുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് എന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒപ്പം ആരോഗ്യവകുപ്പ് ഡയറക്ടറും അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ച കോളറയാണ്. ഇന്ന് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് കൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം H1N1 കേസുകളും സംസ്ഥാനത്ത് ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിലും പനിബാധിതരുടെ എണ്ണം ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ് പ്രധാനമായും ഉള്ളത്. കാരണം വലിയ കാലവർഷക്കെടുതികൾ പലയിടങ്ങളിലുമുണ്ട്. മഴ ശക്തമാകുന്നതോടുകൂടി തന്നെ പനി കേസുകളും ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പല ആളുകളും ഇപ്പോഴും സ്വയം ചികിത്സ നടത്തുന്നുവെന്നതാണ്. ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായി വിദഗ്ധ ചികിത്സ തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്ന കാര്യം. ശരി പ്രതീക്ഷ, സംസ്ഥാനത്ത് പ്രതിദിനം 12,000-ലധികം ആളുകൾ ചികിത്സ തേടുന്നുണ്ട് വിവിധ പനി ലക്ഷണങ്ങളോടെ എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്: സ്വയം ചികിത്സ പാടില്ല. ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് അതിന് ചികിത്സ തേടണം എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.